ഹലോ ഗേസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞാൻ കാണിക്കുന്ന ഓട്ടോയിലാണ് ഗേസ്. ഞാൻ രാവിലെ ബസ് മിസ്സായപ്പോൾ കയറി വന്നാൽ ചേട്ടൻ നമ്മളെ കറക്റ്റായിട്ട് കൊണ്ട് എത്തിച്ചു. ബസ്സിൽ കയറി കഴിഞ്ഞപ്പോൾ ഒന്നും പറയണ്ട ഗേസ്. ബ്ലോക്ക് എന്ന് വെച്ചാൽ അടിപൊളി ബ്ലോക്ക്. അവിടെ പിന്നെ ബസ്സിൽ കുറേ നേരം അങ്ങനെ ഇരുന്ന് ചൂടത്ത് അങ്ങനെ കിടന്ന് ഉറങ്ങി. അപ്പോൾ ആദ്യം ഉറക്കത്തിലൊക്കെ ഇരിക്കുകയാണ്. കൂടുതലൊക്കെ അങ്ങനെ കിടന്ന്. അപ്പോൾ മണി 10 മണിയായി ഗേസ്. 9:30 എത്തേണ്ടത് നമ്മളിതാ കോളേജിൽ കയറി. അങ്ങനെ നമ്മൾ ഇന്ന് സീരിയൽസൊക്കെ ഷൂട്ട് ചെയ്യുന്ന സ്ഥലം കാണാൻ പോവുകയാണ്. നമ്മളെ തിരുവല്ലത്തോട്ടാണ് കേസ്. അപ്പോൾ നമ്മളവിടെ ഇറങ്ങിയതാ സ്റ്റാച്യു ഒക്കെ കണ്ട്. അവിടെ നിന്ന് നമ്മളിതാ പയ്യന്മാരെല്ലാവരും ഉണ്ട്, പിള്ളേർ. പിന്നെ നമ്മളിതാ ക്യാമറാസ്, പണ്ടത്തെ സിനിമ ഷൂട്ട് ചെയ്ത ക്യാമറാസ്, പിന്നെ സിനിമയുടെ സെറ്റും കൂടെയാണ്. നമ്മളിപ്പോൾ പോയപ്പോൾ സീരിയലിൻ്റെ ഷൂട്ടിങ്ങാണ് നടന്നത്. അപ്പം അവിടെ പോയപ്പോഴാണ് പറഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസം പൃഥ്വിരാജ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് അവിടുത്തെ സിനിമയിലെ ഉപയോഗിച്ച സാധനങ്ങളൊക്കെ കണ്ടത്. വലിയ മിക്സർ ഇതാ, നമ്മളെ കൂട്ടുകാരനൊക്കെ ഉണ്ട് ഹുനൈസ്. അപ്പോൾ നമ്മൾ മിക്സൊക്കെ ചെയ്തത്, മൈക്കൊക്കെ കണ്ട്, എല്ലാം സിനിമയിലുള്ള എല്ലാ സാധനങ്ങളും കണ്ടത്. അതൊക്കെയാണ് നമ്മൾ ടീച്ചർമാർ കൂടെ വന്നത്. അപ്പോൾ അവരെല്ലാം അത് എക്സ്പ്ലനേഷൻ ചെയ്യണം. നമ്മൾ സെറ്റിലോട്ട് കയറാൻ പോവുകയാണ്. സീരിയൽ ഷൂട്ടിങ് നടക്കണം. അപ്പോൾ അവിടെ കാണിക്കാൻ പറ്റാതെ നമ്മൾ ഷൂട്ട് ചെയ്തില്ല. അതിന് നമ്മൾ ഇതെന്ന് പറയുന്നത് കിരീടം ഷൂട്ട് ചെയ്ത പോലീസ് സ്റ്റേഷനാണ്. അപ്പോൾ അത് അവിടെ കയറി നമ്മൾ കുറേ ടെസ്റ്റൊക്കെ ചെയ്തത്. സെല്ലിലൊക്കെ കയറി. ആദ്യമായിരുന്നു സെല്ലിൽ കയറുന്നത്. അയ്യോ, അങ്ങനെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇൻസ്പെക്ടറിൻ്റെ റൂമിൽ നിന്ന് ഇറങ്ങി അതൊക്കെ നമ്മൾ ഡസ്റ്റർ കാർ ഇങ്ങനെ മേളെല്ലാം പൊളിച്ചിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് സെറ്റ് ഇടണതാണ്, നമ്മൾ ഈ കാവൊക്കെ സെറ്റ് ഇടുന്ന പരിപാടി. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ കുന്നിൻ്റെ മേളെന്ന് വെച്ചാൽ നല്ല അടിപൊളി കുന്നിൻ്റെ മേളായിരുന്നു. അപ്പോൾ അവിടെ പോയി അതൊക്കെ കണ്ട് നട്ടുച്ച വെയിലത്തതാ നമ്മൾ നേരെ ഇറങ്ങിയതാണ്. കോളേജ് എത്തി ആസ് യൂഷ്വൽ. അത് കഴിഞ്ഞ് നമ്മളെ കൂട്ടുകാരൻ്റെ അവിടെ കാറിൽ കയറിയതാണ്. കയറിയപ്പോഴാണ് വെയിലത്തിട്ടുകൊണ്ട് അവൻ്റെ കാറ് പോലും ലോക്കായിപ്പോയി. പിന്നെ നമ്മൾ അതിസാഹസികമായി അൺലോക്ക് ചെയ്താൽ കയറി. ഒട്ടും ചൂടില്ലായിരുന്നു. നമ്മളെ ജോഷിയുണ്ട്, ആദിത്യനുണ്ട്. അപ്പോൾ അവർ എഞ്ചിനീയറിംഗിലാണ്, ഞാൻ ആർട്സും. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കയറി വണ്ടി കയറി അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് നല്ല ചൂട്. അപ്പോൾ നമ്മൾ ക്യാപിറ്റൽ മന്നിൻ്റെ അടുത്ത് ഐസ് ബേ എന്നാണ്. അവിടെ പോയി ഓരോ ഐസ്ക്രീമും കഴിച്ച് നമ്മൾ വണ്ടിയൊക്കെ എടുത്ത് വീട്ടിലെത്തി. വീണ്ടും പുറത്തോട്ട് പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ച്. അത് കഴിഞ്ഞ് ഇവിടെ നമ്മൾ അമ്പലത്തിൻ്റെ അടുത്തല്ല, വീടിൻ്റെ അടുത്ത് ഒരു അമ്പലം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് അവരെ തിരുനാൾ സമയത്തിൻ്റെ ഒരു ഉത്സവത്തിൻ്റെ ഒക്കെ പരിപാടി. അത് നമ്മൾ വീട്ടിൽ പോയി ചപ്പാത്തിയൊക്കെ വാങ്ങിച്ച് വീട്ടിൽ കൊടുത്തിട്ട് നമ്മൾ വീണ്ടും ഒരു പുതിയ കടയിൽ ഗേസ്. അടിപൊളി കടയായിരുന്നു. അങ്കാള പരമേശ്വരി തട്ടുകടയാണ് ഗേസ്. അവിടെ ബോർഡുണ്ട്. അടിപൊളി ഫുഡ് ഗേസ്. ദോശ, രസവട, മുട്ടയിട്ട്, ഇതിൻ്റെ മസാല ഗേസ്. എരിവെന്ന് വെച്ചാൽ നിസാര എരിവൊന്നുമല്ല, ഡബിൾ ഓംപ്ലേറ്റ് ഒക്കെ പറഞ്ഞ് ഇതാണ് എരിവ്. എൻ്റെ കിളി പറഞ്ഞു ഗേസ്. ഞാൻ ആദ്യമായിട്ടും ട്രൈ ചെയ്യണം. ആസ് എ ഫാൻ ഐ ബിക്കം എ ഫാൻ ബോയ്. സൂപ്പർ സാധനം. എനിക്ക് എഴുന്നിട്ടാണെങ്കിൽ വെള്ളം കുടിക്കാൻ ചത്ത്, ശരിക്കും പറഞ്ഞാൽ അടിപൊളി ഫുഡ്. അപ്പോൾ എല്ലാവരും മസ്റ്റ് ട്രൈ ആണ്. അപ്പോൾ ഞാൻ ലൊക്കേഷൻ നമ്മുടെ ചാല മാർക്കറ്റിൻ്റെ അകത്താണ്. അപ്പോൾ അവിടെ നമ്മൾ സമയം കൂടുന്നതോടെ തിരക്ക് കൂടും. അപ്പോൾ അത് നേരെ ഇപ്പോൾ ഒരു സോഡ ലൈം കുടിച്ച്, നല്ല എരിവുണ്ടായിരുന്നു. അപ്പോൾ കഴിച്ചാൽ ദഹിക്കുകയും വേണമല്ലോ. അപ്പോൾ സോഡ ലൈമും കുടിച്ച് നമ്മൾ നേരെ ഐക്കഫിൻ്റെ പ്രോഗ്രാമിന് ഐക്കഫിലോട്ട് വന്നത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളെത്തല്ല. അപ്പോൾ അടുത്ത